നിങ്ങളെല്ലാരും എല്ലാം നേടിയല്ലോ. എന്റെ ലൈഫല്ലേ തകർന്നത്. ഞാൻ സഹിച്ചു. നന്നാവാൻ ഇനിയും സമയമുണ്ട്. എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിന് തയ്യാറാവണം. എല്ലാം അറിഞ്ഞ് നിന്നെ കെട്ടാൻ തയ്യാറായി ഇനിയും ആള് വരും. ഒരു ഭാഗത്തൂടി സമ്മതിക്കുകയും മറുഭാഗത്തൂടി മുടക്കുകയും ചെയ്യുന്ന നിന്റെ ഈ ഏർപ്പാടുണ്ടല്ലോ, അത് നിർത്തിയാ നിന്റെ കല്യാണം നടക്കും. എന്റെ ഭാവിയെക്കുറിച്ചോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചാ മതി. ഞങ്ങൾക്കെന്താ പ്രശ്നം? നീലു വേടത്തിയും നല്ല സ്നേഹത്തിൽ തന്നെയാ കഴിയുന്നത്. പിന്നെ എന്റെ ജീവിതം സുജ നിന്നെപ്പോലൊന്നുമല്ല. അവളൊരു പാവ. അതുകൊണ്ട് എന്റെ ജീവിതം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. അങ്ങനെ സംഭവിക്കട്ടെ. നന്നാവാൻ ഞാനും പ്രാർത്ഥിക്കാം. ഇരിക്ക്. ഇവിടെ വന്നിട്ട് കുടിക്കാൻ പോലും ഞാനൊന്നും തന്നില്ല. ഒന്നും വേണ്ട. അത് ശരിയല്ല. ആദിത്യ മര്യാദ എന്നൊന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാം. അപ്പോഴേക്കും വീട്ടുകാരും എത്തും. നേരിട്ട് തന്നെ ക്ഷണിച്ചോ. പുറത്ത് നല്ല ചൂടല്ലേ, അതുകൊണ്ട് ജ്യൂസ് എടുത്തു. കുടിക്ക. എന്തെങ്കിലും ആഗ്രഹിച്ചാ അത് നടത്തിയെടുക്കാൻ എന്ത് വഴി നോക്കുന്നതില് തെറ്റില്ല എന്നുള്ള പക്ഷക്കാരിയാ ഞാൻ. അതെ, എന്റെ അടുത്ത് നടക്കില്ല. എന്താ? എന്റെ അടുത്ത് നടക്കില്ല. 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 നടക്കില്ല, പക്ഷെ കിടക്കും. ഏട്ടാ, ചായ. ഗിരിയുടെ കല്യാണത്തിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? വേണ്ടതാ. എന്താ കൊടുക്കുക? ഒരു കാറ് വാങ്ങിച്ചു കൊടുത്താലോ? അത് നല്ലതാ. നീ അവനെ ഇങ്ങോട്ടൊന്ന് വിളിക്ക. ഏത് കാറാ വേണ്ടെന്ന് അവനോട് തന്നെ ചോദിക്കാം. ഗിരി ഇവിടെ ഇല്ല. രാവിലെ തന്നെ വേദയെ കാണാൻ പോയി. വേദയെ കാണാനോ? എന്തിന്? കല്യാണം ക്ഷണിക്കാൻ പോയതാ. അവൻ എന്ത് മണ്ടത്തരായി കാണിച്ചത്? അവനെന്തിനാ വേദയെ കല്യാണം ക്ഷണിക്കാൻ പോയത്? എന്തെങ്കിലും കുഴപ്പമുണ്ട് ഏട്ടാ? അത് വേണ്ടായിരുന്നു. ഒന്നാമത് അവൾക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. രണ്ടാമത് ഈ കല്യാണം നടന്ന വേദയുടെ ഈ വീട്ടിലേക്കുള്ള എല്ലാ വഴികളും അടയും. അതവൾക്ക് നന്നായിട്ട് അറിയാം. ഈ കല്യാണം മുടക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ അടുത്തേക്ക് അവൻ പോവണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യം അവൻ ചെയ്തത്.
സ്വന്തം കാര്യം കാണാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാ വേദ. നിനക്കത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള അവളെ അങ്ങോട്ട് ചെന്ന് കാണേണ്ട ആവശ്യമുണ്ടോ? ഏട്ടൻ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടിയാവോ? എന്തെങ്കിലും അപകടം സംഭവിക്കുന്നല്ല. വെറുതെ എന്തിനാ നമ്മൾ കൊണ്ടുപോയി തലവെച്ച് കൊടുക്കുന്നത്? ഇനി ഇത്തരം ആവേശങ്ങളൊന്നും കാണിക്കരുതെന്ന് അവനോട് പറയണം. വരുമ്പോ എന്നെ ഒന്ന് കാണണമെന്ന് പറ. ഞാനിത് എവിടെയാ? എന്നെ നശിപ്പിച്ചിട്ട് അഭിനയിക്കുന്നു ദുഷ്ട. നീ നീ എന്താ ഈ പറയുന്നേ? ഇല്ല ഇല്ല, നീ വെറുതെ കള്ളം പറയാ. ഞാനിനി എങ്ങനെ ജീവിക്കും? എന്റെ ജീവിതം നശിച്ചല്ലോ ദൈവമേ. ദേ വേദേ, ഇല്ലാത്തത് പറയരുത്. ആ ജ്യൂസ് അത് കുടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാതെ നീ പറയുന്ന പോലെ ഞാൻ പോവാ. നിക്ക്. പോയാ ഞാനൊരു കത്ത് എഴുതി വെച്ചിട്ട് കെട്ടി തൂങ്ങി ചാവും. ഇത് ബ്ലാക്ക് മെയിലിങ്ങാ. ചെയ്യാത്ത തെറ്റിനാ നീ എന്നെ ക്രൂശിക്കാൻ നോക്കുന്നത്. എനിക്കൊന്നും ഓർമ്മയില്ലല്ലേ? കല്യാണം വിളിക്കാനെന്ന് വ്യാജേന ഇവിടെ കേറി വന്നിട്ട് എന്നെ കേറി പിടിച്ചത് മറന്നുപോയല്ലേ? കേറി പിടിച്ചെന്നോ? കള്ളം, പച്ചക്കള്ളം. അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കും ഈശ്വരാ? എന്റെ ജീവിതം പോയി. എനിക്കിനി ജീവിക്കണ്ട. വേദേ, നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ നിന്നെ എന്ത് ചെയ്തെന്നാ? ഈശ്വര. അയ്യോ, അയ്യോ. എന്താ എന്താ മോളെ? അച്ഛാ,
ചെയ്യണ്ട അച്ഛാ. ഈ ദുഷ്ടനെന്നെ നശിപ്പിച്ചു. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്തില്ലേ? ഗണേശ, അടിച്ച് വീഴ്ത്തണവനെ. ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവളെ നീ നശിപ്പിക്കല്ലടാ. ഞാനൊന്നും ചെയ്തില്ല. അടിച്ച് കൊല്ലച്ചാവനെ. കൊല്ലച്ചാവനെ. കൊല്ല്. ഞാനൊന്നും ഗണേശ, ചെയ്തിട്ടില്ല. ആ ഷാളെടുത്ത് കെട്ടടാ. ഇടരുത് ഇവനെ. അച്ഛ പോലീസിനെ വിളിക്കാം. അച്ഛ ഞാനൊന്നും ചെയ്തിട്ടില്ല. പോലീസിനെ വിളിക്കാം. അച്ഛ പോലീസിനെ വിളിക്കാം. ഞാൻ ചെയ്തില്ല. പിന്നെ നിനക്ക് എന്റെ പെങ്ങളെ കിട്ടി ഓരോടെ നശിപ്പിക്കാൻ. പിന്നെ ഞാൻ പോണം. എന്റെ പെങ്ങളെ നീ ഞാനൊന്നും ചെയ്തില്ല. ശരിയാക്കി പോണം. അവള് വെറുതെ പറയുന്നതാ. ഇവള് വെറുതെ നുണ പറയുന്നതാ. ഞാൻ എന്റെ കല്യാണം വിളിക്കാൻ വന്നതാ. ഞാനല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. നമസ്കാരമുണ്ട്. നമസ്കാരം. വരൂ. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? ഇവിടെ അടുത്തൊരിടത്ത് കല്യാണം വിളിക്കാനുണ്ടായിരുന്നു. ആ. എന്നാ പിന്നെ ഇവിടെയും കൂടെ കയറിയേക്കാം വിചാരിച്ചു. ആയിക്കോട്ടെ, വരൂ, കയറിയിരിക്കാം. വാ. എല്ലാം നന്നായി വരാൻ പ്രാർത്ഥിക്കണം. ആ മോളെ, കുടിക്കാൻ എന്തേലും എടുക്കും. ഒന്നും വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് സ്ഥലത്ത് കൂടി പോവാനുണ്ട്. നിങ്ങളുടെ വിളിയൊക്കെ എവിടെ വരെയായി? ആ, നടക്കുന്നു. ഞങ്ങൾക്ക് ബന്ധുക്കളൊക്കെ കുറവാ. പിന്നെ എല്ലാറ്റിനും ഞാൻ ഒരാൾ വേണ്ടേ ഓടാൻ. അതും ശരിയാ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. ശരി. ആ സാരി ബ്ലൗസും തരണം, കല്യാണ സാരിയുടെ അളവിന്. ആ എത്തിക്കാം. അപ്പൊ ശരി. ശരി. ശരിയെന്നാ. ഗിരി എന്തു പറയുന്നു? അവനും ഓട്ടത്തിലാ. ആ, അവനും കുറെ പേരേക്ക് വിളിക്കാനുണ്ടല്ലോ. സുജയെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അറിയാം, അതാണല്ലോ അതിന്റെ ഒരു രസം. ഷോ, വന്നിട്ട് ഒരു ഗ്ലാസ് ചായ പോലും തന്നില്ലല്ലോ. അതൊക്കെ ഇനി ആവാലോ മാഷേ, അല്ലേ മാലതി? പിന്നല്ലാതെ. ഇറങ്ങട്ടെ മാഷേ. ശരി, അങ്ങനെ ആവട്ടെ. ശരി. ശരി, ആയിക്കോട്ടെ. നല്ല കൂട്ടരാ മോളെ. എല്ലാം മോളുടെ ഭാഗ്യം. അവനോടെ അകത്തുണ്ട് സാർ. സാർ ഇവനാണോ? സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഏതെങ്കിലും സ്ത്രീ ഈ ഒരു കാര്യത്തില് നുണ പറയുന്ന സാറിന് തോന്നുന്നുണ്ടോ? മെഡിക്കൽ ചെക്കപ്പ് നടത്തേണ്ടി വരും. ചെയ്യാം സാർ, എപ്പോ വേണേലും ചെയ്യാം. എന്താ ശരിക്കും സംഭവിച്ചത്? വീട്ടിലാരും ഇല്ലായിരുന്നു. ഇയാളെ കല്യാണം വിളിക്കാൻ വന്നു. പരിചയക്കാരനായതുകൊണ്ട് ഞാൻ ഡോറ് തുറന്ന് അകത്തേക്ക് ക്ഷണിച്ചു. അപ്പോഴായി ഈ ദുഷ്ടൻ. അല്ല സാർ, എനിക്ക് ഇവിടെ കുടിക്കാൻ ജ്യൂസ് തന്നു. അത് കുടിച്ചപ്പോ തലയ്ക്കൊരു പെരുപ്പ് പോലെ തോന്നി. മയക്കം വന്ന് ഞാനൊന്ന് കിടന്നുപോയി. പിന്നെ കണ്ണു തുറന്നപ്പോ കാണുന്നത് ഇവളുടെ കരയുന്ന മുഖമാ. നുണ പറയുന്നത് ഇയാളാ സാർ. രക്ഷപ്പെടാൻ വേണ്ടിയാ ഇയാള് നുണ പറയുന്നത്. എനിക്ക് എന്റെ മോളുടെ ജീവിതമാണ് സാർ വലുത്. സാറ് സീരിയസ് ആയിട്ട് എടുക്കണോ ഈ കേസ്? തെറ്റ് ചെയ്ത് ഇവനെ വെറുതെ വിടരുത്. വണ്ടി കയറടാ. സാർ, എന്റെ കല്യാണമാണ്.
ഇങ്ങനൊരു കേസുണ്ടായ അതിനെ അത് ബാധിക്കും. എല്ലാം നമുക്ക് സ്റ്റേഷനിൽ തീരുമാനിക്കാം. നടക്കണം അങ്ങോട്ട്. നടക്ക്. സാർ, നടക്ക്. സാർ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നടക്കണം. സാർ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കൂ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഇങ്ങോട്ട് വേണം. സാർ, സാർ, ഞാൻ പറയുന്നത് സത്യമാ. ഇനി ഞാൻ ഒരു പറയാനുള്ളതൊക്കെ തെറ്റും ചെയ്തിട്ടില്ല. സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞാൽ മതി. ഇങ്ങോട്ട് വണ്ടി കയറി. സാർ, കേറടാ. പറയുന്നൊന്ന് വിശ്വസിക്കൂ. കേറടാ. നീങ്ങിരേ. വണ്ടി എടുക്ക്. കൊണ്ടുവിടോ. നടക്കടാ. ഇനി പറ, ശരിക്കും എന്താ സംഭവിച്ചത്? സാർ, ഞാൻ വേദയെ ഉപദ്രവിച്ചിട്ടില്ല. എന്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയാ ഞാൻ അവിടെ ചെന്നത്. ഒരു ജ്യൂസ് കുടിച്ചത് ഓർമ്മയുണ്ട്. പിന്നെ ഓർമ്മ വരുമ്പോ വേദയും വീട്ടുകാരും ഒക്കെ ഉണ്ട്. നീയും വേദയും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. പിന്നെന്തിനാ കല്യാണം വിളിക്കാൻ പോയത്? അത് സാധാരണ വീട്ടുകാരല്ലേ കല്യാണം ക്ഷണിക്കാൻ പോകുന്നത്. നീ എന്തിനാ പോയത്? അതും ആ വീട്ടിലേക്ക്, ആ കുട്ടിയല്ലാതെ വേറെ ആരും ഇല്ലാത്തപ്പോ. അവിടെ ആരുമില്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. അതെങ്ങനെ ഞാൻ വിശ്വസിക്കും? ഇതൊരു പോലീസ് സ്റ്റേഷനാ. ഇവിടെ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ലോജിക്കലായി വേണം പറയാൻ. പറയുന്നത് കേൾക്കുന്നവർക്ക് വിശ്വാസയോഗ്യമായി തോന്നണം. താൻ പറയുന്നത് ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. സാർ, വേദയ്ക്ക് എന്നോട് ദേഷ്യമുണ്ട്. താൻ നേരത്തെ പറഞ്ഞു അവളുമായി ഒരു ബന്ധവുമില്ലെന്ന്. ബന്ധമില്ലാത്ത ആൾക്ക് എങ്ങനെയാ തന്നോട് ദേഷ്യം തോന്നുന്നത്? വേദ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അത് ശരി. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. എന്നിട്ട് ഞാൻ അതിന് സമ്മതിച്ചില്ല സാർ. എന്താ കാരണം? എനിക്കവളെ ഇഷ്ടമില്ലായിരുന്നു. വീണ്ടും താൻ കുടുങ്ങിയല്ലോ ഗിരി. ഇഷ്ടമില്ലാത്ത പെണ്ണിനെ എന്തിനാ താൻ തന്നെ കല്യാണം ക്ഷണിക്കാൻ പോയത്? അത് ബുദ്ധിമുട്ടണമെന്നില്ല, ഞാൻ പറയാം. കല്യാണം ക്ഷണിക്കുന്നതിലൂടെ താൻ ചെയ്തത് അവളെ വെല്ലുവിളിക്കുകയായിരുന്നു. ഞാൻ കെട്ടിപ്പോകുന്നത് കാണ് എന്ന് പറയാതെ പറയാൻ ശ്രമിക്കുകയായിരുന്നു. അതെ, ഒരു പരിധിവരെ അത് ശരിയാണ്. പക്ഷെ ചെന്നപ്പോൾ വീട്ടിൽ ആരുമില്ല. തൻ്റെ ഉള്ളിൽ അവളോടുണ്ടായിരുന്ന ദേഷ്യം പതഞ്ഞ് പൊങ്ങാൻ തുടങ്ങി. സാഹചര്യം അനുകൂലം. തൻ്റെ ഉള്ളിലെ മൃഗം ഉണർന്നു. താൻ അവളെ കയറി പിടിച്ചു. ശരിയല്ലേ? ഇല്ല സാർ, ഒരിക്കലും ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അവളോടൊന്നല്ല, ഒരു സ്ത്രീയോടും ഞാനങ്ങനെ ചെയ്യില്ല. അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. തെറ്റെയ്യുന്ന എല്ലാവരും ഇതൊക്കെ തന്നെയാ പറയാറ്. സാർ, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. ഞാൻ നിരപരാധിയാ. കേസിന്റെ സ്വഭാവം അറിയാലോ. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി. എന്തു വേണം? കാല് പിടിക്കാനാ ഞാൻ വന്നത്. ഗിരിയുടെ ഭാവി തകർക്കരുത്. എന്റെ പെങ്ങളുടെ ജീവിതം തകർത്തവനെ വെറുതെ വിടണമെന്നാണോ പറയുന്നത്? നടക്കില്ല. കാര്യം അറിയാതെയാ നിങ്ങൾ സംസാരിക്കുന്നത്. ഗിരി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെന്തിനാ പേടിക്കുന്നത്? കോടതി തെളിയിച്ചാ പോരെ? അങ്ങനെ പറയരുത്. ഗിരിയുടെ വിവാഹമാണ്. അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. തെറ്റ് ചെയ്തവൻ അതിന് ശിക്ഷ അനുഭവിക്കണം. അമ്മ, സത്യം എന്താണെന്ന് അമ്മയെങ്കിലും മനസ്സിലാക്കണം. ചതിച്ചതാ ഗിരിയെ, മനഃപൂർവ്വം കുടുക്കിയതാ. എനിക്ക് എന്റെ മോള് പറയുന്നതേ വിശ്വസിക്കാൻ പറ്റൂ. എന്റെ മോളോട് ഗിരിക്ക് ദേഷ്യമായിരുന്നു എന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ കല്യാണം ക്ഷണിക്കാൻ അവൻ ഇങ്ങോട്ട് വന്നത്? അതും ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാത്ത നേരത്ത്. ദുരുദ്ദേശം അവന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു എന്നതിന് ഇതിലും വലിയ തെളിവ് വേറെ വേണ്ടല്ലോ. അമ്മ ന്യായീകരിക്കാൻ നിൽക്കണ്ട. അവൻ പോലീസ് സ്റ്റേഷനിലുണ്ടല്ലോ. ചുമത്തേണ്ട വകുപ്പുകളൊക്കെ ചുമത്തി നാളെ അവനെ കോടതിയിൽ ഹാജരാക്കും. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. അതെ, ഗണേശൻ പറഞ്ഞതാ അതിന്റെ ശരി.
എന്റെ മോള് എന്ന് നിന്റെ ഭർത്താവുമായിട്ട് അടുത്തോ അന്ന് തുടങ്ങിയ കഷ്ടകാലം. ആദ്യം നീല്, ഇപ്പൊ ഗിരി. ബാക്കിയെല്ലാം ഞങ്ങൾ സഹിക്കും. പക്ഷെ ഇപ്പൊ ഈ കാണിച്ചതുണ്ടല്ലോ, അതൊരിക്കലും സഹിക്കില്ല. നീയാണെങ്കിൽ സഹിക്കൂ. നിന്റെ മോളോടാ ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ സഹിക്കൂ. എന്റെ മോൾ ഒരിക്കലും ഒരുത്തനും ജ്യൂസിൽ ഉറക്ക ഗുളിക പൊടിച്ചു കൊടുത്ത് മയക്കി കെടുത്തില്ല. എന്നിട്ട് തന്നെ ഉപദ്രവിച്ചു എന്ന് കള്ളവും പറയില്ല. ഉറക്ക ഗുളിക പൊടിച്ചു കൊടുത്തു? ആര്? ചോദിച്ചു നോക്ക് വേദയോട്, അവക്കറിയാം സത്യം. ഗിരിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി മനഃപൂർവ്വം അവൾ ഉണ്ടാക്കിയ കെട്ടുകഥയായത്. അതുകൊണ്ടാ ഞാൻ പറയുന്നത് ഗിരിയെ ഉപദ്രവിക്കരുതെന്ന്. ജ്യൂസിൽ ഉറക്ക ഗുളിക പൊടിച്ചു കൊടുത്തു അല്ലേ? എന്താ അതല്ലേ സത്യം? കൊരക്കലേടി നീ. എന്റെ വീട്ടിൽ വന്ന് എന്റെ മുമ്പിൽ നിന്ന് കൊരയ്ക്കാൻ നിനക്ക് ആരാ അധികാരം തന്നത്? എനിക്ക് മനസ്സിലായി നിന്റെ വിഷമം. നാണക്കേടാ നിന്റെ പ്രശ്നം. അത് ഞാൻ തീർത്തു തരാം. പരാതിയും പിൻവലിക്കാം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. ഗിരി എന്നെ വിവാഹം കഴിക്കണം.